പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു പൊളിറ്റിക്കൽ സൂപ്പറിൻറ്റൻഡൻസ്, ഒരു കൺട്രോളുണ്ട്. രാഷ്ട്രീയ നേതൃത്വം നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് പോലീസ്, ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആഭ്യന്തര മന്ത്രി പലപ്പോഴും ആ മന്ത്രിയുടെ ഏത് പാർട്ടിയാണോ ആ പാർട്ടി പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ചെയ്യിക്കാറുള്ളത്. അപ്പം പല കേസുകളിലും ഇതുപോലെ നിഷ്പക്ഷമായിട്ടുള്ള കേസെടുക്കാൻ സമ്മതിക്കില്ല, ചിലപ്പോൾ അന്വേഷണം നടത്താൻ സമ്മതിക്കില്ല, ചിലപ്പോൾ തെറ്റായിട്ടുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. നിരവധി സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് ASP അണ്ടർ ട്രെയിനിങ് ചേർത്തലയിലായപ്പോൾ തൊട്ട് ഗൗരിയമ്മ എക്സൈസ് മിനിസ്റ്റർ എന്ന സമയത്ത് എന്നെ ഒരു കേസിന് എടുക്കുന്നതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിച്ചു, എടുക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാഡത്തിനോട് പറഞ്ഞത്, മാഡം എന്നാൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സൈസ് ഉണ്ടല്ലോ, നിങ്ങളെന്തിനാണ് കേസ് എടുക്കുന്നത്, കള്ളവാറ്റിന് നിങ്ങളെന്തിനാണ് പോയി പിടിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അബ്കാരി ആക്ടിനകത്ത് പോലീസിന് തുല്യ അധികാരമുള്ളത് കൊണ്ടാണ് മാഡം പോയിട്ടൊരു അധികാരം എടുത്ത് കളഞ്ഞാൽ മതി. അബ്കാരി ആക്ടിൽ നിന്ന് പോലീസിന് അധികാരമില്ല എന്ന് നിയമസഭയെ വെച്ച് ഒരു ആക്ട് ഓർഡർ പാസ്സാക്കിയാൽ മതി, ഞാൻ ഇടപെടില്ല എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല, എന്നെ മാറ്റി അവിടുന്ന്. അതുപോലെ ഒരു ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് വരുമ്പോഴൊക്കെ പറയും, ഇന്ന ആളുകളെ ഇന്ന പോലീസ് സ്റ്റേഷനിലാക്കണം, DIG ആയിരിക്കുമ്പോഴും IG ആയിരിക്കുമ്പോഴും പറയും. അങ്ങനെയാണ് ഞാൻ ചെയ്യാത്തതിന് PP തങ്കച്ചൻ, അദ്ദേഹമായിരുന്നു അന്ന് കോൺഗ്രസിൻ്റെ നേതാവ്. അപ്പം അദ്ദേഹം എന്നെ വിളിച്ച് കുറേ വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാടുണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ ചെയ്യുന്ന ഉദ്യോഗസ്ഥ അല്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബോധം ചെയ്യാറില്ല, അധികം അങ്ങനെ ലോ ആൻഡ് ഓർഡർ പോസ്റ്റിംഗ് കിട്ടാറില്ലെന്നേ ഉള്ളൂ.